ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അർജുൻ എയർഗൺസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ അർജുൻ എയർഗൺസിൽ അവൈലബിൾ ആയിട്ടുള്ള പുതിയ പെല്ലറ്റ്സുകളുടെയും അതുപോലെ റൈഫിൾ സ്കോപ്പുകളുടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവിധ ഇന്ത്യൻ ഇമ്പോർട്ടഡ് എല്ലാവിധ എയർ റൈഫിളുകൾ 177 കാലിബറിൽ വരുന്ന എല്ലാ എയർ റൈഫിളുകളുടെയും സെയിൽസും സർവീസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള മോഡൽസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ സ്കോപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ള മാർക്കോളിൻ്റെ RGB 39x40 RGB എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് ഇലൂമിനേഷൻ വരുന്നൊരു ടൈപ്പ് മോഡലാണ്. റെഡ്, ഗ്രീന്, ബ്ലൂ ഇലൂമിനേഷൻ ആണ്. 314 mm ലെങ്ത് വരുന്നുണ്ട്. 411 ഗ്രാം വെയിറ്റും വരുന്നുണ്ട്. മാർക്കോൾ എന്ന് പറഞ്ഞ ഒരു ചൈനീസ് ബ്രാൻഡാണ്. അടുത്തായിട്ട് പിന്നെ 416x40 AOE ഡിസ്കവറിയുടെ തന്നെ ഇപ്പം ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ബ്രാൻഡാണ് ഡിസ്കവറി. അതിലെ 416x40 AOE. പിന്നെ വരുന്നത് 312x40 AOE. ഇതെല്ലാം VTR എന്ന് പറഞ്ഞ ഇതിൽ വരുന്നതാണ്. VTR 312x40 AOE. പിന്നെ അടുത്തായിട്ട് വരുന്നതാണ് 4x32 AC. VTR 4x32 AC. ഇതിൻ്റെ മിൽഡോട്ട് ഇങ്ങനെ ഉണ്ടാവുക. ഇതിൻ്റെ എല്ലാം ട്യൂബ് വരുന്നത് 25.4 mm ആണ്. പിന്നെ നമ്മുടെ PCPകൾക്കൊക്കെ വേണ്ടിയിട്ട് 24 സൂമിങ് വരെ ഉള്ള VTRൻ്റെ 624x42 AOAC. ഇതെല്ലാം സെക്കൻഡ് ഫോക്കൽ പ്ലെയിൻ ആണ്, FFP അല്ല. പിന്നെ ജപ്പാൻ മെയ്ഡ് ബുഷ്ണൽ ബാനറിൻ്റെ 39x50 AOEG. ഇത് ഫുൾ ക്യാമോ ഫിനിഷിൽ വരുന്ന ഒരു ജപ്പാൻ മെയ്ഡ് റൈഫിൾ സ്കോപ്പാണ് ബുഷ്ണലിൻ്റെ തന്നെ കോപ്പിയൊക്കെ 39x40 ഒക്കെ നമ്മൾ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഡിസ്കവറിയുടെ VTR 39x40 IRAC. ഇത് നമ്മളെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന മോഡലുകളാണ്. 39x40, 4x32 അങ്ങനത്തെ മാർക്കോൾ അങ്ങനത്തെ മോഡലുകളെല്ലാം. പിന്നെ വിക്ടോ ഓപ്റ്റിക്സിൻ്റെ റെഡ് ഡോട്ട് അവൈലബിൾ ആണ്. പിന്നെ അതേപോലെ റൈഫിൾ സ്കോപ്പിൻ്റെ റെഡ് ഡോട്ട്. അപ്പോൾ ഇത്രയും മോഡൽ സ്കോപ്പുകളാണ് ഇപ്പോൾ നിലവിൽ നമ്മളെടുത്തുള്ളത്. അതുപോലെ AGHൻ്റെ 4 സ്റ്റേജും 3 സ്റ്റേജും പമ്പ് അവൈലബിൾ ആണ്. അടുത്തായിട്ട് നമുക്ക് പെല്ലറ്റ്സിൻ്റെ ഇതൊന്ന് നോക്കാം. നിയോമയുടെ ക്ലാസിക് പെല്ലറ്റ് അവൈലബിൾ ആണ്. 500 പീസാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ 300 പീസിൻ്റെ ഉണ്ട്. മൊണാർക്ക് ഷോട്ട് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ ബ്രാൻഡ്, ഇതെല്ലാം വില കുറഞ്ഞ ബ്രാൻഡുകളാണ്. പിന്നെ നമ്മുടെ JSBയുടെ 10.34 ഗ്രെയിൻ വരുന്ന ഇത് വരുന്നത് 500 പീസിൻ്റെ ബോക്സാണ് വരുന്നത്. അതിൽ ഏറ്റവും ഡിമാൻഡ് കൂടിയിട്ടുള്ള ബീസ്റ്റ് ഡയബോളോ 16.20 ഗ്രെയിൻ, അതിൽ 250 പീസുകളാണ് ഉണ്ടാവുക. പുതിയതായിട്ട് വന്നിട്ടുള്ള ബാരക്കുട H&Nൻ്റെ ബാരക്കുട 8.44 ഗ്രെയിൻ വരുന്ന 500 പീസുള്ളൊരു ബോക്സാണത്. സ്പോട്ടോൻ്റെ 400 പീസ് വരുന്ന 10.34 ഗ്രെയിൻ റൗണ്ട് ഹെഡ്. റൈഫിൾ സ്പൈക്ക് 9.10 ഗ്രെയിൻ വരുന്ന 250 പീസിൻ്റെ ബോക്സാണ് വരുന്നത്. അതുപോലെ തന്നെ അപ്പോളോയുടെ കോപ്പർ കോട്ടിങ് വരുന്ന പ്രിഡേറ്റർ, ഹോളോ പോയിൻ്റ്, ഇതിലെല്ലാം 400 പീസുകളാണ് ഉണ്ടാവുക. അതുപോലെ അപ്പോളോയുടെ പുതിയതായിട്ട് വന്നിട്ടുള്ള 9 ഗ്രെയിൻ്റെ പെല്ലറ്റ് ബോക്സ് 500 പീസിൻ്റെ. പിന്നെ H&Nൻ്റെ 20 ഗ്രെയിൻ്റെ സ്ലഗ്. എക്സൈറ്റ് ഹാമർ 500 പീസ്. ഇപ്പോൾ വില കുറഞ്ഞ ജർമ്മൻ ബ്രാൻഡാണ് H&Nൻ്റെ എക്സൈറ്റ് ഹാമർ. അല്ല, എക്സൈറ്റ് ഈക്കോൺ 2 എന്ന് പറഞ്ഞ അതെല്ലാം അവൈലബിൾ ആണ്. പിന്നെ എയറോപ്പലിൻ്റെ 13.27 ഗ്രെയിൻ വരുന്ന മോൺസ്റ്റർ ഡോം എന്ന് പറഞ്ഞ മോഡൽ. H&Nൻ്റെ തന്നെ സിൽവർ പോയിന്റ് 400 പീസ് വരുന്നതാണ്. 11.57 ഗ്രെയിൻ വെയിറ്റ് വരുന്നുണ്ട്. പിന്നെ അപ്പോളോയുടെ വില കുറഞ്ഞ 250 പീസുകൾ വരുന്ന ബോക്സ് മാഗ്നം, അതുപോലെ ഹോളോ പോയിന്റ് എന്ന് പറഞ്ഞാൽ അവൈലബിൾ ആണ്. പിന്നെ G-Smithൻ്റെ നമ്മുടെ സാധാരണ ഹൈ സ്പീഡ്, സൂപ്പർ ഇമ്പാക്റ്റ്, ഹൈ ഇമ്പാക്റ്റ്, സ്പിയർ ഹെഡ് എല്ലാം ഇത്രയും മോഡൽസാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ സ്കോപ്പുകളൊക്കെ
എല്ലാവർക്കും ഡീറ്റെയിൽ ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള പിക്ചേഴ്സും അതേപോലെ അതിൻ്റെ വിലയും കാര്യങ്ങളെല്ലാം അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു.